Hi all friends, welcome to MTM Political Talk. സ്വർണ്ണവില ദിവസവും പുതിയ ഉയരങ്ങൾ കീഴടക്കുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അവസാനമുണ്ടാവുമോ? ദിവസവും വർധനവ് മാത്രം രേഖപ്പെടുത്തുന്ന മഞ്ഞലോഹത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോഴത്തെ വില വർധനവിന്റെ കാരണം എന്താണ് എന്ന് വിശദമായി നോക്കുകയാണ്. ഇപ്പോഴത്തെ വില കൂടുതലിന്റെ കാരണമായി പറയുന്നത് US ചൈന വ്യാപാര യുദ്ധത്തിന്റെ ഭാഗമാണെന്നാണ്. 70,000 രൂപയിൽ ചരിത്രത്തിൽ ആദ്യമായി വിലയെത്തി. 70,000 മുകളിലാണ്, 70,000 പറഞ്ഞെന്ന് മാത്രം. 70,100 ചില്ലാനാണ്. ഏപ്രിൽ 2 ലോകത്തിന് മുഴുവൻ പണി കൊടുത്ത വ്യാപാര യുദ്ധത്തിന് തുടക്കം കുറിച്ചത്. ഇതോടെ പിടിവിട്ട് കുതിക്കുകയാണല്ലോ സ്വർണത്തിന്റെ വില. അതിനിടെ പരിമിതമായ പ്രാവശ്യം വിലയിൽ ചെറിയ കുറവുണ്ടായെങ്കിലും അതിന്റെ ഇരട്ടി വില മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. കേരളത്തെ സംബന്ധിച്ച് സീസൺ ആണല്ലോ. ഈ സമയം ഏത് സാധനവും അമിതമായി വില ഉയർന്നാൽ അതിന്റെ കച്ചവടം കുറയുക എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ജനങ്ങൾ വാങ്ങും, എന്നാൽ അത് ആവശ്യത്തിന് മാത്രം. ഇത് കച്ചവടത്തെയും ബാധിക്കും. ബിസിനസ്സിൽ ഉണ്ടാവുന്ന കുറവ് ഇറക്കുമതിയെയും എന്ന് വേണ്ട സർവ്വ മേഖലകളെയും നിശ്ചലമാക്കും. സർക്കാരുകൾക്ക് വരുമാനം കുറയും. ചുരുക്കി പറഞ്ഞാൽ അമിതമായ വില വർധന ഒരു നിരക്കും ഗുണം ചെയ്യില്ല. ലോകത്തിലെ തന്നെ രണ്ട് സാമ്പത്തിക ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര സംഘർഷം തന്നെയാണ് ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് ഈ രംഗത്തുള്ള വിദഗ്ധരുടെ അഭിപ്രായം. വൻശക്തികൾ തമ്മിലുള്ള വ്യാപാരം പോലും ലോകവിപണിയെ തന്നെ ബാധിക്കും. സാമ്പത്തിക വളർച്ച മുരടിക്കും. അങ്ങനെ വരുമ്പോൾ അത് തൊഴിൽ നഷ്ടത്തിനും അതുവഴി വിപണി തന്നെ മുരടിച്ച് പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടും എന്നൊക്കെയാണ് ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ആശങ്കയാണ് സ്വർണം വാങ്ങി കൂടുതൽ വൻകിടക്കാരെ പ്രേരിപ്പിക്കുന്നത്. സ്വർണം വാങ്ങിക്കൂട്ടുവാൻ വൻകിടക്കാരെ പ്രേരിപ്പിക്കുന്നതിന്റെ പ്രധാന ഘടകം ഇവിടെയാണ് സുരക്ഷിത നിക്ഷേപം എന്ന വാക്കിന്റെ പ്രശസ്തി. ഈ വ്യാപാര യുദ്ധത്തിന്റെ ഭാഗമായി ലോകത്ത് തന്നെ മിക്ക രാജ്യങ്ങളുടെയും കറൻസിക്കും ഇടിവ് സംഭവിക്കും. ഇതൊക്കെയാണ് വസ്തുത. എങ്കിലും ഈ സുരക്ഷിത നിക്ഷേപത്തിന്റെ വിലയിൽ ഒരു സ്ഥിരത വേണ്ടതുണ്ട്. എങ്കിലും ഈ കുതിപ്പിന് പെട്ടെന്നൊരു ബ്രേക്ക് ഇടലുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന വർഷമായിരിക്കും 2025. സ്വർണ്ണവിലയിലുണ്ടായ മാറ്റങ്ങൾ ചരിത്രം രേഖപ്പെടുത്തും. ലോകവിപണി മൂല്യം, കറൻസികളുടെ ചാഞ്ചാട്ടവും സ്വർണത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കും. സാധാരണക്കാർ സ്വർണത്തിന്റെ ആവശ്യകത ആഭരണ രൂപത്തിലാണ് കാണുമ്പോൾ വൻകിടക്കാരും രാജ്യങ്ങളുടെ ഖജനാവും അതിനെ സുരക്ഷിത നിക്ഷേപമായാണ് കാണുന്നത്. അതുകൊണ്ട് വാങ്ങൽ ശേഷി കൂടുന്നതും ലോകത്ത് മുഴുവൻ സമാധാനം വന്നാൽ മാത്രമാവും സ്വർണ്ണ വിപണി പിടിച്ചു നിർത്തുവാൻ സാധിക്കുക. എന്നാൽ ഇത് രാജ്യത്തിന് ഒരു രാജ്യത്തിനും ഒരു ഭരണാധികാരിക്കും ഒരു മാർക്കറ്റിനും കൺട്രോൾ ചെയ്യാൻ ഒറ്റയ്ക്ക് സാധിക്കുന്ന കാര്യമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള സമാധാന പ്രവർത്തനങ്ങളിലൂടെ മാത്രമാവും ഇത് സാധ്യമാവുക. വിപണി സ്ഥിരത കൈവരിച്ചാൽ മാത്രമാവും വില കുറയുക എന്ന കാര്യം സംഭവിക്കുക. അത് വളരെ ചാഞ്ചാട്ടത്തിന് ശേഷമായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ദിവസവും വില കൂടുന്നതിന് ഓരോ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തും. എങ്കിലും സമാധാനപൂർണമായ ലോക മാർക്കറ്റിലെ സ്ഥിരത കൈവരിച്ചാൽ മാത്രമാവും ഇതിന്റെ ഈ സ്വർണത്തിന് ഒരു സ്ഥിരത ഉണ്ടാവുക, വിലയിലൊരു സ്ഥിരത ഉണ്ടാവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്ത് മുഴുവൻ സമാധാനം പുലരുക തന്നെ വേണം. ഇതാണ് യാഥാർത്ഥ്യം. അടുത്ത ഒരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ വണക്കം. ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്.
നന്ദി, നമസ്കാരം.